വയാഗ്ര ആ 80 വയസ്സുള്ളവനും 22 വയസ്സുകാരന്റെ കുതിച്ചു പോകും. 4-5 പെണ്ണ് കെട്ടണം ചുരുക്കം. ആ ഒരു പെണ്ണിലെ നിക്കൂല. വെറുതെ കുത്തട്ടെ കത്തി ശരിക്കും നമ്മുടെ കൂടെ വന്ന് പയ്യന കേട്ടോ. അപ്പൊ കറക്കമാണ്. ഇപ്പൊ എന്റെ ശരീരത്തിൽ എവിടെ ഞാൻ സ്ട്രക്ക് കാണിക്കണ്ട, പറഞ്ഞാൽ മതി. എവിടെ കുത്തിയ ഞാൻ നിൽക്കും? ഇവിടെ ഒറ്റപ്പെടുത്ത പിടിച്ചാൽ മതി. അതല്ലേ അവിടെ കുത്തല്ലേ ഇവിടെ പിടിച്ച തീർന്ന്. അയ്യോ ചമ്മോ, ഇതും ഒരു മർമ്മാണ്. പിന്നെ മതി ആശ മർമ്മക്കളി മതി. ഈ ആളെ കൊണ്ട് എവിടെയും നമുക്ക് നടക്കാം. അയ്യോ ഞാൻ ഇവിടെ വേണമെങ്കിലും വരാം കേട്ടോ. വലിച്ചു പിടിച്ച അവിടെ നിൽക്കും. അയ്യോ ഈ മാന്ത്രികം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? മാന്ത്രികനായ ഒരുപാട് കടമറ്റത്ത് കത്തനാരൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു മാന്ത്രികത എന്താണ്, മാന്ത്രികം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു മാന്ത്രികനെ തപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അറിവുണ്ട്, എല്ലാ കാര്യത്തെപ്പറ്റി അറിയും. ഈ തേങ്ങയുടെ കാരണം എന്ന് വെച്ചാൽ ഈ നമുക്ക് എന്തെങ്കിലും ബാധയോ നെഗറ്റീവ് എനർജിയോ ഉണ്ടെങ്കിൽ ആ ആളെ പിടിച്ച് ഈ തേങ്ങയിലിരുത്ത്, എന്നിട്ട് ആ ബാധ മാറുന്ന ഒരു തേങ്ങ നന്നായിട്ട് കറങ്ങുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മാന്ത്രികം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണ് മാന്ത്രികം നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അല്ലേ? ശരിക്കും പറയും മാന്ത്രികമൊക്കെ ഉള്ളതാണോ? ഉള്ളതാണ്. മാന്ത്രികം വഴി നമുക്ക് പല പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. മാനസികപരമായിട്ടും കൈവശം, ഭ്രാന്ത്, അങ്ങനെയൊക്കെയുള്ള, അതായത് മനസ്സിൻ്റെ ഈ കരുത്തില്ലാത്തവർക്ക്, മാനസിക കരുത്തില്ലാത്തവർക്കാണ് നിസ്സാരം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവനത് ബാധയായിട്ട് തോന്നുന്നത്. അത് മരുന്ന് കഴിച്ചാലൊന്നും അവന് മാറില്ല. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് മന്ത്രവാദം ചെയ്തെങ്കിലേ മാറുള്ളൂ. ഇതിൻ്റെ സൈക്കോളജി അതാണ് സംഭവം. പിന്നെ ഉണ്ട് ഒറിജിനലായിട്ടുള്ളത്, അത് വേറെ രീതിയിൽ നിൽക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇതിൽ ഭക്തിയിൽ യുക്തി കാണണം. അതാണ് പ്രധാനമായിട്ട്. ഇന്നിപ്പോൾ വ്യവസായമാണ്, ചാത്ത സേവാമഠം, അങ്ങനെ പല ആളുകളും ഇതിനെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അങ്ങനെ പേരെന്താണ്? എൻ്റെ പേര് രാജേഷ് കുരുക്കൾ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഗുരുക്കളുടെ മനഃശാസ്ത്രം ഞാൻ പറയട്ടെ, എന്നെ പേടിയോടെയാണ് ഇപ്പൊ സമീപിക്കുന്നത്. ഇവൻ എന്നെ ആക്കാൻ വന്നതാണ്? ഒരിക്കലും അല്ല. ആ ഒരു മുൻവിധി ഉണ്ട്? ഇല്ല, അങ്ങനെ ഒരു ഭയമേ ഉള്ള ആളല്ല ഞാൻ. ഒരാളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നമുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമല്ലോ? ഇപ്പം പറയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാൻ ഒരാളെ തരട്ടെ. ഇങ്ങ വന്നേ, നമ്മുടെ സുഹൃത്തിനെ തന്നെ തരാൻ പോവുകയാണ്. ഇദ്ദേഹം ഇവിടെ ഇരുന്നേ, നീ ഇരിക്കേ. നമ്മുടെ രാജേഷ് കുരുക്കൾ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ അറിവാണ്. ഒരു മാന്ത്രികനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരാളെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പുതിയ അറിവ് ഞാൻ തരികയാണ്. ഇനിയെല്ലാം ഞാൻ രാജേഷ് കുരുക്കൾക്ക് വിടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മനക്കരുത്തില്ലാത്ത ഒരാളാണ്, മനത്തൻ്റെ ഇല്ലാത്ത ഒരാൾ. എന്നാൽ വിഷയം കപ്പാസിറ്റി ഇല്ല. എന്നാൽ ഭാഗ്യവാനാണ്. മൂക്കിൻ്റെ ലക്ഷണം കൊണ്ട് ഭാഗ്യവാനാണ്, അതൊന്ന്. പിന്നെ മനക്കരുത്തില്ലാത്ത ഒരാൾ, അപകർഷതാബോധത്തിലാണ് എപ്പോഴും പുള്ളിയുടെ നടത്തം. അത് അപകർഷതാബോധം, കുറുകിയ കണ്ണ്, ബുദ്ധിമാനാണ്. ഉന്തി മുന്നോട്ടെഴുന്നേറ്റി ഉച്ചയോളം കഷണ്ടിയും കാണുന്നവൻ പ്രഭു രാജ്യകാര്യസ്ഥൻ കൂടിയായിടുമെന്നാണ് പറയുന്നത്. പക്ഷേ അറിവ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു ഇതില്ല. ഞാൻ പറയട്ടെ, ഈ പ്രശ്നങ്ങളല്ല ഈ തേങ്ങയിൽ ഇദ്ദേഹത്തെ ഇരുത്തിയാൽ മാറ്റാൻ പറ്റുമായിരിക്കും? ഇദ്ദേഹത്തെ ഇരുത്തി മാറ്റണമെങ്കിൽ വേറെ നമ്മുടെ ഒരാളെ വിളിക്കണം. അത് നമ്മുടേതായ മൂർത്തിയെ വിളിക്കണം. ജസ്റ്റ് നമുക്ക് ഇതിനെ ഇതെങ്ങനെയാണ് ഇനി കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഒരാളുടെ ദേഹത്ത് ബാധയുണ്ടെങ്കിൽ മാറ്റുന്നതെന്നുള്ള രീതിയിലൊന്ന് നമ്മുടെ മാന്ത്രികനായ നമ്മുടെ രാജേഷ് കുരുക്കൾ കാണിച്ചു തരും. ഞാൻ ഇങ്ങനെ കുത്തിയിരിക്കും, ഈ നാളികേരത്തിലെ കുത്തിയിരിക്കുക രണ്ട് കാലും കൊണ്ട് കുത്തിയിരുന്ന് നോക്കട്ടെ. പുറത്ത് കയറിയിരിക്കണം അല്ലേ? അവിടെ ഇരിക്കുക, രണ്ട് കാലും വെക്കണം. കാലും വെച്ചിട്ട് ഈ ഇത് പൊക്കുക, ഈ കാല് പൊക്കുക. ഫുള്ള് തര മുട്ടാൻ പാടില്ല, കാല് മുട്ടാൻ പാടില്ല. എന്നിട്ട് കൈ കുത്തിക്കേ, കാല് ഇത് മുട്ടാൻ പാടില്ല. ആ കാല് അവൻ്റെ നെഗറ്റീവ് നമ്മൾ ഇതിൽ നിന്ന് ഈ നാളികേരത്തിലേക്ക് ഇറക്കുവാണ്. നാളികേരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇറങ്ങട്ടെ. കൈ കുത്തി കൊടുത്തേ. ചലിക്കുന്നുണ്ടോ നാളികേരം? ആ ചലിക്കുന്ന ഭാഗത്തോട്ട് കൈ കുത്തിക്കൊടു. അത് കുത്തിക്കൊടു. അല്ലല്ലല്ല, ഇറങ്ങട്ടെ. കുത്തിക്കൊടു. ഇറങ്ങട്ടെ.
എടാ നീ കറക്കുന്നതാണോ? ഇറങ്ങട്ടെ ഇറങ്ങട്ടെ നീ പൈസ എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. ഇറങ്ങട്ടെ. ആ കൈ കുത്തിക്കൊടു ഇടവും എല്ലാം കറങ്ങും. കറങ്ങട്ടെ ഇറങ്ങട്ടെ. എന്റെ ദൈവമേ, നമ്മൾ ഇത്രയും തമാശയായിട്ട് സംഭവം സീരിയസ് ആയിട്ടാ. ഇതാണ് ചാറ്റ് അല്ലേ? അല്ലല്ല, അത് വേറെ. ഈ ആളെ വിളിക്കണം. കറങ്ങട്ടെ ഇറങ്ങട്ടെ അവന്റെ ശരീരത്തിൽ നിന്ന്. കുത്തിയിറക്ക് കുത്തിയിറക്ക്. ആദ്യം നമ്മുടെ മാതിരി ഒന്നും അടിച്ചെങ്കിൽ ഇപ്പൊ ആള് ഓക്കെ ആയിട്ടാ. കുത്തിയിറക്ക് ഒരു റൗണ്ട് ആയല്ലോ ഇത്. ഇനിയുണ്ട്. ഇത് ഇപ്പൊ തരൂല്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവന്റെ ശരീരം നെഗറ്റീവ് ഉണ്ട്. എടാ പൊന്നു മോനെ, നിന്റെ നെഗറ്റീവ് ഉറക്കെ കുത്തട്ടെ. കത്തി മാറ്റി കൊടുക്ക്. നീ മലപ്പുറം കറക്കുവാന്ന് നിങ്ങൾ ഇവ ശരിക്കും നമ്മുടെ കൂടെ വന്ന് പയ്യന കേട്ടോ. അപ്പൊ കറക്കുവാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണി കണ്ടാലേ വിശ്വസിക്കാനൊക്കെ. ഇത് കണ്ടില്ലേ? ഇറങ്ങട്ടെ അങ്ങോട്ട്. കൈ കുത്തിക്കൊടു. ഇറങ്ങട്ടെ. എത്ര തവണ കറങ്ങേണ്ടി വരും? ഇവന്റെ ദോഷം ഈ ശരീരത്തിൽ നിന്ന് നാളികേരത്തിലേക്ക് ഇറങ്ങുന്നവരെയും കറങ്ങും. ആ അന്നേരം നിൽക്കും. ഇറങ്ങട്ടെ. സംഭവം ശരീരത്തിൽ നിന്ന് കുത്തി ഇറക്ക്. നീ ഇത്രയും വെച്ചോണ്ടാണോ ഞങ്ങളോട് നടന്നത്? കാലമാടാ തുടച്ചു കളഞ്ഞല്ലോ ഞങ്ങളെ. സർപ്പകോപമുണ്ട്. അതല്ലേ? ത്വക്ക് രോഗത്തെ ബാധിക്കും. ഇതൊരു മിണ്ടായിരുന്നു എന്റെ പൊന്നു ഗുരുക്കളെ. ഇതുവരെ നമുക്കറിയത്തില്ലല്ലോ. കോടാലിയും കൊണ്ട് നമ്മുടെ പുറകെ നടക്കും ഇത്ര നാളെ. ഇറങ്ങട്ടെ ഇങ്ങോട്ട്. ഇന്ന് വൈകുന്നേരം ആയാലും തീരും തോന്നുന്നു കേട്ടോ. അടിച്ചു പൊട്ടിക്കളാ. അടിച്ചുകളാ. നിന്നോ? അവന് എടുത്ത് അടിച്ചു പൊട്ടിച്ചുകളാ. അല്ല അവൻ തന്നെ അടിക്കട്ടെ അല്ലേ? അല്ലല്ല, അവനടിക്കാൻ പാടില്ല. എടുത്ത് അടിച്ചുകളാ. ഞാൻ അടിക്കട്ടെ. അടിച്ച് പൊട്ടിച്ചുകളാ. പൊന്നുമോനെ ഇത് അവിടെ അടിച്ചു പൊട്ടിച്ചുകളാ. അടി കൊടു. ആ കൊള്ളാം. ഇതാണ് സംഭവം അല്ലേ? കവടി കൊണ്ടുവന്നേ. ഇങ്ങോട്ട്. ആ സൂപ്പർ. ഇത് സത്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചില്ല. കൈ ജിന്നിന്റെ ദോഷമായിരുന്നു. പിന്നെ സർപ്പത്തിന്റെ വീടിന്റെ അടുത്ത് സർപ്പം. നിനക്ക് സർപ്പകോപമുണ്ട്. കാവുണ്ട്, സർപ്പക്കാവുണ്ട്. പിന്നെ കണ്ണിലേക്ക് നോക്കി കാക്കണ്ടില്ലേ? അപ്പൊ എന്താ ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നല്ല ബോഡി പവറായി. ഹനുമാനെ പോലെ ഉയർത്തെഴുന്നേറ്റു അല്ലേ? ഇതിന് ഇനിയിപ്പം എന്താന്ന് വെച്ചാൽ സംസാരശേഷി ഇല്ലായിരിക്കുമല്ലോ. കണ്ടില്ലായിരുന്നു. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരോഗ്യ പുഷ്ടിക്കുള്ള മരുന്ന് കഴിച്ചാൽ പുഷ്ടിക്കുള്ളൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുരുക്കൾ വേറെ അതും പറഞ്ഞ് പരിചയപ്പെടും. ഗുരുക്കൾ ഒരുപാട് മരുന്നിന്റെ അപൂർവ ശേഖരമുള്ള കക്ഷിയാണ്. അപ്പൊ ഏത് മരുന്നിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു കഴിവുണ്ടല്ലേ? അപ്പൊ ഞാൻ ഇതിവിടെ കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഇതാണ് ഒറിജിനൽ കൂവ അല്ലേ? ഇത് ഒറിജിനൽ കൂവയാണ്. ഇതിനെ അരച്ച് വെള്ളത്തിലിട്ട് അത് കുറുക്കി ഇത് ഊറിക്കഴിയുമ്പോ ഇതെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് പശുവും പാലിൽ കഴിക്കുവോ? സൂപ്പർ വയാഗ്രയാണ്. ഇതാണ് ഇത് ഒറിജിനൽ കൂവ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയാഗ്ര. ആ അത് 80 വയസ്സുള്ളവനും 22 വയസ്സുകാരന്റെ കുതിച്ചു പൊങ്ങും. 4-5 പെണ്ണ് കെട്ടണം ചുരുക്കം. ഒരു പെണ്ണിലെ നിൽക്കൂല. അപ്പൊ അമ്മാതിരി കൈപ്പുണ്യമുള്ള ഒരാൾ കൂടിയാണ് നമ്മൾ ഗുരുക്കൾ. അതാണ്. ഇതൊക്കെ ഔഷധങ്ങള് 1000-ൽ 3000-ൽ പല ഔഷധങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് അത് കാണാം. മാന്ത്രികത്തോടൊപ്പം തന്നെ ഇതുകൊണ്ട് ജ്യോതിഷം, വൈദ്യം, മാന്ത്രികം, കായികാഭ്യാസം, ഹോൾസെയിൽ കഥയാണ്. മർമ്മശാസ്ത്രം, ചരിത്രം എല്ലാം. മർമ്മമൊക്കെ നോക്കി കുത്താൻ പറ്റും. പിന്നെ അറിയാൻ പറ്റും. ഇപ്പൊ ഒറ്റ കാര്യം എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. ഇപ്പൊ എന്റെ ശരീരത്തിൽ എവിടെ ഞാൻ സ്ട്രക്ക് കാണിക്കണ്ട, പറഞ്ഞാൽ മതി. എവിടെ കുത്തിയാ ഞാൻ നിൽക്കും? ഇവിടെ ഒറ്റപ്പെടുത്ത പിടിച്ചാൽ മതി. അതല്ലേ അവിടെ കൊത്തല്ലേ ഇവിടെ പിടിച്ച തീർന്നു. അതാണ് ഏറ്റവും വലിയ ഓർമ്മ. അല്ല, അവിടെ ഇങ്ങനെ വെള്ളം കാത്തി കൊടുത്തു കഴിഞ്ഞാൽ വാ തുറക്കും. അള്ളൈ കടந்த കീഴ്നാടി ഒൻറുക്കുള്ള ഒൻറാ നടുവരിൽ ഒൻറിടാ പോ കൺമൊളിപ്പാൻ മുൻവായിത്താനെ. ഇതാണ് സൂര്യചക്ര. അത് ഇതിന് മുദ്രകൾ ചുമ്മാ കുത്തലല്ല, ഇതിന് മുദ്രയുണ്ട്. ഇത് കണ്ടോ? ഇത് കൂർമ്മ മുദ്ര എന്ന് പറയും. ഈ മുദ്രക്ക് ഇവിടെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു ഇത് കേട്ടോ. ഇങ്ങോട്ട് ബലം പിടിച്ച കാന്താരി എന്തിനാ കൂടുതൽ അതുപോലെ തന്നെ ഉണ്ടോ? ഇത് കണ്ടോ? ഇതും ഒരു മർമ്മാണ്. പിന്നെ മർമ്മക്കളി ഈ ആളെ കൊണ്ട് എവിടെയും നമുക്ക് നടക്കാം. ഞാൻ ഇവിടെ വേണമെങ്കിലും വരാൻ കേട്ടോ. അപ്പൊ അമ്മാതിരി ഐറ്റം. മർമ്മശാസ്ത്രം ദൈവശാസ്ത്രമാണ്. ഇതാണ് തിലസക്കാലം. നേരപ്പ നേരായ നെറ്റി നേർ പുരവൻ തന്നിൽ നേരായ നെല്ലിടയ്ക്ക് താഴ്വതാകെ പാരപ്പ തിലസക്കാലം അതർക്ക് പേര്. അതിങ്ങനെ ആള് മലക്കും. ഒറ്റയടി. ഇതൊക്കെ എങ്ങനെ പഠിച്ചാ? ഇതൊക്കെ ഏറിയ കാലത്തെ സഞ്ചാരത്തിനിടയിൽ
പഠിച്ചതാണ്. ഇന്ത്യ മുഴുവൻ കറങ്ങി തമിഴ്നാട് പളനിസ്വാമി ആശീർവാദ സ്വാമികൾ ഇങ്ങനെയുള്ളവരിൽ നിന്നെല്ലാം കിട്ടിയ ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയ അറിവാണ്. എൻ്റെ ഇത് പ്രവചിച്ച് പറയാൻ പറ്റും എന്തെങ്കിലും പറ. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ ലക്ഷണപ്രകാരം ഈ മൂക്ക് അതായത് കഴുകൻ്റെ മൂക്ക് എന്നാണ് ഇതിൻ്റെ ലക്ഷണം. കണ്ടോ, കഴുകൻ്റെ മൂക്ക്. ഈ കഴുകൻ്റെ മൂക്ക് പോലെ ഇങ്ങനെ വരണം. ഉന്തി അതായത് ഉരൽ പോലെ തടിച്ചഗ്രം മുന്തി നിൽക്കുന്ന നാസിക കുലനാശം വരുത്തുന്ന കുരുവീലന് ചേർന്നതാണ്. കുരുവീലൻ എന്ന് പറഞ്ഞാൽ കൗരവരിലെ ദുര്യോധനൻ. അപ്പോൾ നിങ്ങൾ ഒരു നാശം വരുത്തുന്ന ആളും നന്മ വരുത്തുന്ന ആളുമാണ്. രണ്ടുമുണ്ട്. അതാണ് ഈ മൂക്കിൻ്റെ പ്രത്യേകത. ഭാഗ്യവാനാണ്, ദോഷമൊന്നുമില്ല. പിന്നെ ഈ പുരികം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ചെപ്പടി വിദ്യകൾ നിങ്ങളിലേക്ക് ഏക്കൂല. മാന്ത്രികം മറ്റുള്ളവർ ചെയ്താൽ അത് ഏക്കാത്തില്ല. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. ഇത് ഇങ്ങനെ പുരികമുള്ളവർക്ക് നോക്കുപുറമാണെങ്കിലും ചൂണ്ടുപുറമാണെങ്കിലും ഏക്കൂല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പുരികം വരണം. ഇതുകൊണ്ടോ, മറ്റുള്ളവരുടെ പുരികം അങ്ങനെയല്ല. നിങ്ങളുടെ പുരികത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നോക്കുപുറമം ചെയ്താലോ മറ്റുള്ളവർ കൂടോത്രമൊന്നും ചെയ്താലോ ഏക്കൂല. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ കണ്ണിനൊരു പവറുണ്ട്. എന്നുവെച്ചാൽ ഇനി പവർ ഉണ്ടാക്കും. ഇനി ഭാവിയിൽ പ്രഗത്ഭനായിത്തീരും. നമുക്കിപ്പോൾ ഒരു ശത്രു ഉണ്ട്, അവനെ നമുക്ക് തോപ്പിക്കാൻ ഒക്കത്തില്ല, നല്ല ആചാര ബാഹുവാണ്. അവനെ എങ്ങനെ നിലനിർത്താൻ പറ്റും? അവനെ നിലനിർത്താൻ പറ്റും. അവൻ നമ്മുടെ നേരെ ഇങ്ങ് വരുവാണെങ്കിൽ വലിച്ചു പിടിച്ചാൽ അവിടെ നിൽക്കും. കൂടെ വരും. കൂടെ വരും. അമ്മാതിരി ഐറ്റം ഒക്കെ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ രാജേഷ് ഗുരുക്കളോട്ടൊക്കെ പിന്നെ അടുത്തിടുമ്പോൾ സൂക്ഷിക്കണം. ഏത് സമയത്ത് ഇങ്ങനെ പിടിക്കുക ഉണ്ടോ? ഞാൻ ഇങ്ങനെയല്ലേ നിൽക്കുന്നത് ഉണ്ടോ? ഇങ്ങനെ തന്നാ ഇങ്ങനെയല്ലേ? ഇത് ഭ്രാന്ത് പിടിക്കുന്ന മർമ്മ. ഇതിപ്പോ ഞാൻ പിടിക്കുമ്പോ ചുമ്മാ വെച്ചോണ്ടിരിക്കുവല്ലോ, വലിച്ചു പറിച്ചു കളയല്ലേ. മാനസിക രോഗം ഉണ്ടാകുന്ന മർമ്മ അത്. എന്തായാലും ഞാൻ ഈ ഗുരുവിനെ എൻ്റെ ദത്തെടുക്കുകയാണ്. എന്തായാലും അനുഗ്രഹിക്കൂ. തീർച്ചയായിട്ടും നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് ഐറ്റം ഉണ്ട്. എന്തായാലും എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും അദ്ദേഹം കാണിക്കാൻ തയ്യാറായത്. ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയതാണ്, ഇതൊന്നും ആരും അറിയണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ എക്സ്ക്യൂസ് പറഞ്ഞു. അല്ല, നമ്മളെ പേരിലും പ്രസക്തിക്കും അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരിക്കലും പ്രശസ്തിയും പേരും ആഗ്രഹിക്കത്തില്ല. എന്തായാലും ഇത്രയും ഒരു സാഹസത്തിന് അദ്ദേഹം മുതിർന്നതിന് നന്ദി, നമസ്കാരം. അപ്പോൾ അനുഗ്രഹങ്ങൾ ഞാനും നേരുന്നു. എന്തായാലും രാജേഷ് ഗുരുക്കളുടെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും